എൻ്റെ കൃഷിത്തോട്ടം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഫ്രാൻസിസ്ക. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കാര്യം എൻ്റെ വീട്ടിലെ പേരമരത്തെക്കുറിച്ചാണ്. പേരയ്ക്ക അല്ലെങ്കിൽ ഗോവ, അതിനെ പറ്റിയാണ് പറയാൻ പോകുന്നത്. നമുക്ക് പേരമരത്തിലോട്ട് നോക്കാം. ഇതാണ് എൻ്റെ പേരമരം. ഇതാണ്ട് ഇതിൽ നിറയെ പേരയ്ക്ക പിടിച്ച് കിടപ്പുണ്ട്. ദാണ്ട് കാണാവോ? അടുത്തടുത്ത് ദാണ്ട പൂത്ത് നിൽക്കുന്ന കണ്ട. നല്ല മധുരമുള്ള പേരയ്ക്കയാണ്. ഇന്ന് എനിക്ക് 2-3 പേരയ്ക്ക കിട്ടിയായിരുന്നു. ദാണ്ട ആ പേരയ്ക്ക നമുക്കൊന്ന് കാണാം. ഇതാണ് പേരയ്ക്ക. കണ്ട, ഇതിനകം കണ്ടോ എത്ര നല്ല ചുമന്നിരിക്കുന്ന, നല്ല മധുരമുണ്ട്. മിക്കവാറും ദിവസങ്ങളിൽ ഇത് കഴിക്കാറുണ്ട്. നല്ല ടേസ്റ്റാണ്. കുരുവുണ്ട് ഇതിൻ്റെ അകത്ത്. വേറൊരു പേരയ്ക്കയുണ്ട്. ദാണ്ട വേറെ ഒരെണ്ണം കൂടെ ഉണ്ട്. എല്ലാ ദിവസവും 1-2 പേരയ്ക്ക കഴിച്ചു കഴിഞ്ഞാൽ ഒത്തിരി ഗുണങ്ങളുണ്ട് ഈ പേരയ്ക്കയ്ക്ക്. വൈറ്റമിൻ എ, ബി, സി, കാൽസ്യം, പൊട്ടാസ്യം, മാംഗനീസ്, ഒത്തിരി വൈറ്റമിൻസ് അടങ്ങിയ ഒരു ഫ്രൂട്ടാണ് പേര. മിക്കവാറും സമയത്ത് എനിക്ക് ഈ പേര ഇതിൻ്റെ അകത്ത് നിറച്ച് കാണും. ടെറസിലായതുകൊണ്ട് പറിക്കാനും ഭയങ്കര എളുപ്പമാണ്. ഞാൻ അധികമായിട്ട് വളമൊന്നും ഇടുകയല്ല, പക്ഷേ അതിൻ്റെ അടുത്തുള്ള ചെടികൾക്കെല്ലാം ഞാൻ ചാണകവും എല്ലുപൊടിയും വേപ്പിൻ പിണ്ണാക്കും ഒക്കെ ഇടുന്നുണ്ട്. അത് ദൂരെ ചെന്ന് അതെല്ലാം വലിച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ പേരയുടെ ഇല നമുക്ക് ഷുഗറുള്ളവർ വെള്ളം തിളപ്പിച്ച് കുടിക്കാറുണ്ട്. അതിൻ്റെ അകത്തൊക്കെ നല്ല പഴുത്ത് നിൽപ്പുണ്ട്. ഇടയ്ക്കൂടെ അങ്ങനെ എനിക്ക് അത്ര അങ്ങ് കാണാൻ വയ്യ. കിളികളൊക്കെ ഇടയ്ക്ക് കുത്തി തിന്നാറുണ്ട്. ദൈവം സൃഷ്ടിച്ചതല്ലേ, അവർക്കും കൂടെ കഴിക്കാൻ ദൈവം സൃഷ്ടിച്ചതാണ്. അവരും വന്നിരുന്ന് കഴിക്കാറുണ്ട് എൻ്റോടൊപ്പം. അപ്പം കാണുമ്പോൾ സന്തോഷം തോന്നാറുണ്ട്. ഫ്രഷായിട്ട് കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ നമുക്കതിലെല്ലാം നിറച്ച് വിഷമൊക്കെ അടിച്ച് നല്ല സൂപ്പർ കളറിലും ഒക്കെ കൊണ്ടുവരുന്നതാണ്. പക്ഷേ എന്നും പറഞ്ഞ് നമ്മളത് മേടിച്ച് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതാണ്ട് പേരയ്ക്ക കാണാവോ? എനിക്ക് അത്രയും അടുത്തോട്ട് പോകാൻ പറ്റത്തില്ല, ടെറസിൽ നിൽക്കുന്നുണ്ട്. കണ്ട, അതിലെല്ലാം പേരയ്ക്കയാണ് നിറച്ച്. ഈ സമയത്താണ് ഇത് പൂവിടുന്നതും പേരയ്ക്ക ഉണ്ടാകുന്നതും. മഴക്കാലത്താണ്. നീർവാർച്ചയുള്ള സ്ഥലത്ത് നമ്മൾ പേര നടണം. എന്നാലേ അത് നന്നായിട്ട് വളരുകയുള്ളൂ. അല്ലെങ്കിൽ അത് കുറച്ച് നാൾ കഴിയുമ്പോൾ ചീത്തയായിപ്പോവും. ഇത് അവിടെയൊക്കെ ഉണ്ട്. ഞാൻ മിക്കവാറും ദിവസങ്ങളിൽ ഇവിടുന്ന് പേരയ്ക്ക പച്ചയ്ക്കും, ചില ദിവസങ്ങളിൽ ഞാൻ ഇതുപോലെ പൊട്ട് പേരയ്ക്ക പറിച്ചിട്ട് ഇങ്ങനെ പച്ചയ്ക്ക് തിന്നാറുണ്ട്. അത് നല്ല രുചിയാണ്. അപ്പം എല്ലാവർക്കും എൻ്റെ കൃഷി ഇഷ്ടപ്പെടുന്നു എന്ന് ഞാൻ കരുതുന്നു. എന്തെങ്കിലും അപാകതകളുണ്ടെങ്കിൽ പറഞ്ഞു തരണം. ദാണ്ട പേരയ്ക്ക നിൽക്കുന്നതാണ്ട. അവിടെയൊക്കെ ഉണ്ട്, ഇവിടെയൊക്കെ ഉണ്ട്. അടുത്തൊന്ന് സൂം ചെയ്ത് നോക്കിയാൽ മതി. നിറയെ പേരയ്ക്ക ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ കൃഷി ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീണ്ടും ഒരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. എൻ്റെ മൊബൈൽ നമ്പർ 8547577169. അപ്പം നമുക്ക് ഇതുപോലെയുള്ള നല്ല നല്ല പേരയ്ക്ക കഴിക്കാനായിട്ട് കണ്ട, നല്ല ചുമന്ന് നല്ല സൂപ്പറായിട്ടിരിക്കുന്ന പേരയ്ക്ക. ഫ്രൂട്ട്സിന് പകരം പുറത്തുനിന്ന് വാങ്ങിക്കാതെ ഇത് തന്നെ നമ്മൾ കഴിച്ചാൽ മതി. നാളത്തേക്കുള്ളത് 2 എണ്ണം ഉണ്ട്. എല്ലാ ദിവസവും ഇതുപോലെ പഴുത്ത് വരും. അപ്പം നന്ദി, നമസ്കാരം. സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ അമർത്തണം. എന്നാൽ മാത്രമേ എൻ്റെ എല്ലാ കൃഷികളും എല്ലാവർക്കും കാണാൻ പറ്റുള്ളൂ. ഓക്കെ, ബൈ.